ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആൻഡ് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമ്മൾ പനിയാരമൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇതിനകത്ത് നമ്മൾ പഴവും കൂടെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, അതേസമയം നല്ല ടേസ്റ്റിയുമാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാനായിട്ട് നല്ലൊരു ഐറ്റം കൂടിയാണിത്. കുറച്ച് മധുരമുള്ള റെസിപ്പിയാണ്, അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടാവും ചെയ്യും. ഇതിനകത്ത് നമ്മൾ ഈനോ, സോൾട്ട്, മൈദ, സോഡാപ്പൊടി, ഈസ്റ്റ് ഇതൊന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾക്ക് കിട്ടും. അപ്പം നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 2 കപ്പ് ദോശമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അധികം പുളിക്കാത്ത മാവാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് ഇനി 2 പഴവും കൂടെ വേണം. 2 ചെറുപഴം എടുക്കുക. ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. ഞാനിപ്പം ഇവിടെ നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ എടുത്തു വെച്ച 2 കപ്പ് ദോശമാവിനകത്തോട്ട് ചേർക്കാൻ പോവാണ്. എന്നിട്ടിത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഞാനിപ്പം എടുത്തിട്ടുള്ള ദോശമാവ് ഒരുപാട് പുളിച്ചു കൂടിയിട്ടില്ല. കാരണം ഞാനിതിനകത്ത് ഉപ്പ് ചേർക്കാതെയാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ ദോശമാവ് ഉണ്ടാക്കുമ്പം ഉപ്പ് ചേർക്കാതെ അരച്ചു കഴിഞ്ഞാൽ മാവ് പെട്ടെന്ന് പുളിച്ചു പോകത്തില്ല. മാവ് നന്നായി പൊങ്ങി വരും, പക്ഷേ അതേസമയം ഇത് ഒരുപാട് പുളിച്ചു പോകത്തില്ല. അങ്ങനെ ചെയ്താലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ഇടുന്നുണ്ട്. 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ സീഡാണ് ഞാൻ ഇടുന്നത്. അതിൻ്റെ കൂടെ തന്നെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പം ഏലക്കയും പഞ്ചസാരയും കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ദോശമാവിനകത്തോട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ നമ്മൾക്ക് ശർക്കര പൊടിച്ചതും ചേർക്കാം. പക്ഷേ അത് അരിക്കാതെ ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പഞ്ചസാരയാണ് കൂടുതൽ നല്ലത്. ഇനി നമ്മളുടെ പനിയാരം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയെടുക്കുക. ഇപ്പം നെയ്യെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കറുത്ത എള്ളാണ്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മളുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പനിയാരം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് പനിയാരം ഉണ്ടാക്കാനായിട്ട് ഉണ്ണിയപ്പ ചട്ടി വയ്ക്കാം. അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇനി ഇത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാനിവിടെ മാവ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതേപോലെ 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ ഒന്ന് പൊങ്ങി വരും. മാവ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലപോലെ തീ കുറച്ച് വെക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. ഇതിന് ഒരുപാട് വേവ് ആവശ്യമില്ല. 2-3 മിനിറ്റിൽ തന്നെ പെട്ടെന്ന് ഇതായി കിട്ടും. ഇപ്പം എല്ലാം ഒഴിച്ചു കഴിയാറായിട്ടുണ്ട്. ഇതെല്ലാം ഒഴിച്ചു കഴിഞ്ഞതിന് ശേഷം 2 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്തെല്ലാം തീ നന്നായി കുറച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അത് മാത്രം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മറ്റേ സൈഡ് ഇതേപോലെയാണ് ആയിട്ടുള്ളത്. ലോ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇതേപോലെ എല്ലാം തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾക്ക് 1 മിനിറ്റ് ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. അതോടെ നമ്മളുടെ അപ്പം റെഡി ആയിട്ടുണ്ടായിരിക്കും. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. ഇപ്പോൾ ഇത് ഏതാണ്ട് ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ മറ്റേ സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റാം. ആദ്യമേ തന്നെ നടുവിലത്തെ എടുക്കാം. അപ്പം ഇതേപോലെ ഇനി ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. പഴമൊക്കെ പഴുത്തു കൂടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതേപോലെ ട്രൈ ചെയ്യാം. പഴുത്തു കൂടിയ പഴമായാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഇപ്പം നമ്മളുടെ എല്ലാ അപ്പവും എണ്ണയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഇത് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റാണ്. നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. കറുത്ത എള്ളൊക്കെ ചേർക്കുന്നത് കൊണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ജീരകം കൂടെ ചേർക്കാം. ഞാനിവിടെ ചേർത്തിയിട്ടില്ല. ഇനി ഇതിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പം കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്